സിനഡാനന്തര പൊള്ള സർക്കുലറും സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡിന്റെ അനിവാര്യതയും. പ്രിയപ്പെട്ടവരെ, 55 ലക്ഷം വരുന്ന സീറോ മലബാർ സഭാ സമൂഹത്തിന് അവരുടെ യാതൊരു പ്രാതിനിധ്യവുമില്ലാത്ത 53 മെത്രാന്മാർ കാക്കനാട് സഭാ ആസ്ഥാനത്ത് ഉണ്ടുറങ്ങി ചർച്ച ചെയ്ത് അന്തസാര ശൂന്യവും കാപട്യം നിറഞ്ഞതുമായ മറ്റൊരു സിനഡാനന്തര സർക്കുലർ കൂടി സമ്മാനിച്ചിരിക്കുന്നു. തങ്ങൾ തികഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരാണെന്ന പ്രതീതി ജനിപ്പിക്കാൻ കർത്താവിൻ്റെ അനന്തമായ കരുണ, മിശിഹ, അനുഗ്രഹം, ആത്മീയ ചൈതന്യം, സുവിശേഷവൽക്കരണം മുതലായ വാക്കുകൾ ബോധപൂർവം വാരി വിതറിയും അതിവിനയം ഭാവിച്ചും അവിടെയും ഇവിടെയും തൊടാതെ അങ്ങേയറ്റം നയതന്ത്രജ്ഞതയോടു കൂടിയാണ് ഈ സർക്കുലർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലെ ഓരോ വാക്യത്തെയും ഇവരുടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ മതി അതിനു പിന്നിലെ ആത്മാർത്ഥതയില്ലായ്മയും കാപട്യവും വെളിപ്പെടാൻ. നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളായി വ്യാഖ്യാനിക്കുന്ന വിദ്വേഷത്തിൻ്റെ സംസ്കാരം വളരാൻ അനുവദിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ ദുർബലമാക്കുന്നു എന്ന് ഈ സർക്കുലറിൽ എഴുതിയിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം തെറ്റാണെന്ന ബോധ്യം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ മുമ്പ് ഗോവയിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും കത്തോലിക്ക സഭ നടത്തിയിട്ടുള്ള നിർബന്ധിത മതപരിവർത്തനത്തിലും പരമത നിന്ദയിലും എന്തുകൊണ്ടാണ് ഇന്നും സഭ ഖേദം പ്രകടിപ്പിക്കാത്തത്? ഗോവയിൽ നടത്തിയ ഹിന്ദുമത പീഡനത്തെയും ഇൻക്വിസിഷനെയും പ്രതി കത്തോലിക്ക സഭ മാപ്പ് പറയണമെന്ന് ജോൺ പോൾ രണ്ടാമൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് നിരവധി ഹൈന്ദവ സംഘടനകൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെയൊക്കെ പുച്ഛിക്കുകയും അവഗണിച്ച് തള്ളുകയുമാണ് ഇന്ത്യയിലെ കത്തോലിക്ക നേതൃത്വം അന്ന് ചെയ്തത് എന്നോർക്കുക. അതുപോലെ തന്നെ മതേതരത്വം പറയുന്ന കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് തങ്ങളുടേത് മാത്രമാണ് സത്യമതവും സത്യദൈവവും എന്ന് ഇന്നും പഠിപ്പിക്കുന്നത്? തങ്ങളുടേത് മാത്രം ശരി എന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളെ നിഷേധിക്കലല്ലേ അത്? അപ്പോൾ എവിടെയാണ് കത്തോലിക്ക സഭ പറയുന്ന മതേതരത്വം? സമുദായ ശാക്തീകരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടായിരുന്നു ജനുവരി 6-ാം തീയതി സിനഡ് ആരംഭിച്ചത് എന്ന് ഈ സർക്കുലർ അറിയിക്കുന്നുണ്ട്. മുൻ സിനഡുകളിലും സമുദായ ശാക്തീകരണം ലക്ഷ്യമായിരുന്നു. പക്ഷേ എന്ത് ശാക്തീകരണമാണ് സംഭവിച്ചത് എന്ന് മാത്രം ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ ക്രൈസ്തവ സംഘടനകളും വൈദികരുടെയോ മെത്രാന്റെയോ നേതൃത്വത്തിൽ മാത്രം പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ് ശക്തമായ നേതൃത്വം ഉണ്ടാകുന്നത് എന്നും തുടലിട്ട് കെട്ടിയ നേതൃത്വത്തിലൂടെ എങ്ങനെയാണ് ഈ സമുദായം ശക്തിപ്പെടുക എന്നും മെത്രാൻ സിനഡ് ഇനിയും വിശദീകരിച്ചു തരേണ്ടിയിരിക്കുന്നു. അതേസമയം 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ച അൽമായ പ്രേക്ഷിതത്വം എന്ന പ്രമാണരേഖയുടെ 7-ാം ഡിക്രിയിൽ സഭയുടെ നവീകരണത്തിന് വേണ്ടി സ്വതന്ത്രമായി സംഘടിച്ചുകൊണ്ടുള്ള അൽമായരുടെ പ്രവർത്തനം ക്രിസ്തീയവും മാനുഷികവുമായ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രമായി സംഘടിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളെയാണ് സഭാവിരുദ്ധം എന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്താൻ സീറോ മലബാർ സഭ മുമ്പും ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുക. പകരം മെത്രാൻ വിധേയ സംഘടനകളെ തങ്ങളുടെ ഉപയോഗത്തിനായി സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞു വളർത്തുകയാണ് സഭാധികാരം. പൗരന്മാരുടെ നിതാന്ത ജാഗ്രതയിലാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭാംഗങ്ങൾ പൊതുഭരണരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും സജീവമായി കടന്നു വരണം എന്ന് ആഹ്വാനം ചെയ്യുന്നു ഈ സർക്കുലർ. ഇത് വായിക്കുമ്പോൾ ജനാധിപത്യം എന്ന ആശയത്തോട് ഇത്ര മമതയോ നമ്മുടെ മെത്രാന്മാർക്ക് എന്ന് ആർക്കും തോന്നിപ്പോകും. എന്നാൽ സഭയിലെ കാര്യമോ? അവിടെ ജനാധിപത്യം പാടില്ല തന്നെ. പകരം ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്ത വിശ്വാസി സമൂഹത്തിന്റെ പ്രാതിനിധ്യം അശേഷമില്ലാത്ത 53 മെത്രാന്മാർ 55 ലക്ഷം വരുന്ന സമുദായത്തിന്റെ കാര്യങ്ങൾ ഏകപക്ഷീയമായി നിശ്ചയിക്കും എന്ന നിലപാടിലാണ് അവർ. അവിടെ ആരെങ്കിലുമൊക്കെ നിതാന്ത ജാഗ്രത പാലിക്കാൻ ശ്രമിച്ചാൽ അവരെയൊക്കെ വിമതരും സഭാവിരുദ്ധരും നിരീശ്വരരും മാവോയിസ്റ്റുകളും വരെയാക്കും ജനാധിപത്യവാദികളായ ഈ മെത്രാന്മാർ. സീറോ മലബാർ സഭയുടെ സാമ്രാജ്യ വികസനം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയുമുണ്ട് ഈ സർക്കുലറിൽ. അങ്ങനെ ഗൾഫ് മേഖലയിലുള്ള സീറോ മലബാർ കുടുംബങ്ങൾ അനുഭവിച്ചു വരുന്ന സമാധാനം ഇതാ കെടാൻ പോകുന്നു. ഈ സർക്കുലറിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇരുപക്ഷങ്ങളിലുമുള്ളവർ പ്രസ്താവനകളും വീഡിയോകളും ഇറക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇരുപക്ഷവും ഈ സിനഡിനെയോ അതിലെ മെത്രാന്മാരെയോ കാമ്പോ കഴമ്പോ സഭാബോധമോ തീണ്ടാത്തതും അങ്ങേയറ്റം ബാലിശവും കാപട്യം നിറഞ്ഞതുമായ അവരുടെ തീരുമാനങ്ങളെയോ അംഗീകരിക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണാവോ ഒന്നിനും കൊള്ളാത്തതെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയ ഇതേ സിനഡ് ഒരിക്കൽ അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഏകീകൃത കുർബാന വിശുദ്ധമാണെന്നും അത് എല്ലായിടത്തും അടിച്ചേൽപ്പിക്കണമെന്നും ജനാഭിമുഖ കുർബാന മ്ലേച്ഛവും ഇല്ലിസിറ്റുമാണെന്നും
ഇതിൽ ഒരുപക്ഷം ഇപ്പോഴും ശഠിക്കുന്നത്. മാർപ്പാപ്പ അംഗീകരിച്ചതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ മെത്രാൻ സിനഡ് എന്ന ഇന്നത്തെ സംവിധാനം തന്നെ മാറ്റി എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായം നടപ്പാക്കണമെന്നും അതേ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. എന്തേ അവർ അതിനുവേണ്ടി വാദിക്കുന്നില്ല? അങ്ങനെ വാദിച്ചാൽ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായം സീറോ മലബാർ സഭയിൽ നടപ്പാക്കിയാൽ ഈ സഭയിൽ നടന്നുവരുന്ന കടുതായവൽക്കരണം അതിൻ്റെ എല്ലാ അനുസാരികളോടും കൂടി അറബിക്കടലിൽ എറിയപ്പെടുമെന്ന് അവർക്കറിയാം. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത അൽമായ മുന്നേറ്റക്കാർക്ക് കാര്യങ്ങൾ കൂടുതലായി മനസ്സിലായി വരുന്നുണ്ട് എന്നത് ശുഭോദർക്കമാണ്. സിനഡാനന്തര സർക്കുലറിനെ വിമർശന വിധേയമാക്കിക്കൊണ്ട് അൽമായ മുന്നേറ്റം നേതാവ് ശ്രീ ഷൈജു ആന്റണി പുറത്തിറക്കിയ വീഡിയോയിൽ സമുദായ ശാക്തീകരണം നടക്കണമെങ്കിൽ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായം നടപ്പിലാക്കിയേ പറ്റൂ എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക. സമുദായ ശാക്തീകരണം നടക്കണമെങ്കിൽ സഭയിൽ സിനഡോൺ സിനഡാലിറ്റി, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അൽമായ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനഡോൺ സിനഡാലിറ്റി നടപ്പിലാക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ? സിനഡോൺ സിനഡാലിറ്റിയെ കുറിച്ചാണ് സമുദായ ശാക്തീകരണ രംഗത്ത് നിങ്ങൾ സംസാരിക്കേണ്ടത്. സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ വിശ്വാസികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് സമുദായ ശാക്തീകരണം ലക്ഷ്യമിടുമെന്ന് നിങ്ങൾ പറയണമായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സിനഡോൺ സിനഡാലിറ്റിയെ കുറിച്ച് പറയാനാവാത്തത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമായിരുന്നു. സഭയിൽ സമുദായ ശാക്തീകരണത്തിന് മാത്രമല്ല, സഭാ സമൂഹത്തെ ആകെ കൂട്ടായ്മ ബോധത്തിലെത്തിച്ച് കൂട്ടായ്മ ജനാധിപത്യം വ്യവസ്ഥാപിക്കുന്നതിനും അങ്ങനെ സഭയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും സിനഡാലിറ്റിയോട് കൂടി സഭാ സിനഡ് സമ്പ്രദായം നടപ്പാക്കിയാൽ മാത്രം മതിയാകും എന്നതാണ് വസ്തുത. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, എല്ലാ വിശ്വാസികളും ഒരു കൂട്ടായ്മയാകുമ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ അവർക്ക് അപ്രമാദിത്വം ഉണ്ടാകും എന്ന്. ഇതിനർത്ഥം സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായത്തിലൂടെ സഭയിലെ എല്ലാ വിഭാഗങ്ങളും തമ്മിൽ പരസ്പരം ശ്രവിക്കുകയും സംവദിക്കുകയും ഒന്നിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മ ശൈലിയിലുള്ള ഒരു സിനഡൽ സഭ സൃഷ്ടിക്കപ്പെട്ടാൽ അവിടെ ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾക്കുള്ള വഴികൾ അടയുകയും പ്രശ്നപരിഹാരങ്ങൾക്കുള്ള വഴികൾ തെളിയുകയും ചെയ്യും എന്നാണ്. എല്ലാവരും കൂട്ടായ്മയിലായിരുന്ന ആദിമസഭയുടേതുപോലെയും പള്ളി പ്രതിപക്ഷ യോഗ സംവിധാനത്തിലൂടെ എല്ലാവരും പരസ്പരം ശ്രമിച്ചും സംവദിച്ചും കൂട്ടായി തീരുമാനങ്ങളെടുത്തും 1.5 സഹസ്രാബ്ദക്കാലം നിലകൊണ്ട രണ്ടാമത്തെ ആദിമസഭയായ കേരള നസ്രാണി സഭയെപ്പോലെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സഭയ്ക്ക് മുന്നോട്ട് പോകാനാകും എന്നാണ്. ചുരുക്കത്തിൽ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായത്തിലൂടെ നാം വീണ്ടെടുക്കുന്നത് സുവിശേഷത്തിൽ കാണുന്ന ആദിമസഭയുടെ പാരമ്പര്യങ്ങൾ മാത്രമല്ല, കേരള സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും കൂടിയാണ്. അതുകൊണ്ട് വിലക്ഷണവും ഫലം പുറപ്പെടുവിക്കാത്തതും സ്വേച്ഛാധിപത്യപരമായതിനാൽ യേശുവിരുദ്ധവുമായ മെത്രാൻ സിനഡിനെയും പൊള്ളയായ സിനഡാനന്തര സർക്കുലറുകളെയെല്ലാം മറന്ന് നമ്മുടെ ചിന്തയെ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സിനഡ് സമ്പ്രദായം എങ്ങനെ നമ്മുടെ സഭയിൽ പ്രാവർത്തികമാക്കാം എന്നതിലേക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമേ പറയട്ടെ, ലോകത്തിലെ മറ്റേത് സഭയെക്കാളും നസ്രാണി പൈതൃകമുള്ള സീറോ മലബാർ സഭയ്ക്ക് അത് എളുപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ സിനഡാത്മക സിനഡ് സമ്പ്രദായം എന്ന ആശയത്തിന്റെ വികസിത രൂപമായ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായം 16 നൂറ്റാണ്ടുകാലം നിലനിർത്തിയ പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് പുതിയ പേരിലുള്ള അതേ സമ്പ്രദായം ഉൾക്കൊള്ളാനും നടപ്പിൽ വരുത്താനും നമുക്ക് താരതമ്യേന എളുപ്പമാണ്. അനുകൂല ഘടകങ്ങൾ വേറെയുമുണ്ട്. ഒന്നാമതായി 2021 മുതൽ 2023 അവസാനം വരെ പോപ്പ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് അഥവാ സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന വിഷയത്തിൽ വത്തിക്കാനിൽ നടന്ന സിനഡുകളിലെല്ലാം നമ്മുടെ മെത്രാന്മാർ പങ്കെടുത്തിരുന്നു. ഈ പുതിയ സിനഡ് സമ്പ്രദായത്തിനെതിരെ അവരാരും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സിനഡാത്മക സിനഡ് സമ്പ്രദായത്തെ തത്വത്തിലെങ്കിലും അംഗീകരിച്ചിട്ടുള്ളവരാണ് അവർ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, ആദിമസഭയുടെയും കേരള നസ്രാണി സഭയുടെയും പൈതൃക പാരമ്പര്യങ്ങളുടെയും അന്തസ്സത്തയിൽ ചർച്ച് ആക്ടിന്റെയും കൂടി വിത്തുകളടങ്ങിയ സിനഡാത്മക സിനഡ് സമ്പ്രദായം എന്ന ലക്ഷ്യത്തിലൂന്നി കൂട്ടായി പ്രവർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ സഭാ നവീകരണ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തകർക്കും മാത്രമല്ല, ആത്മീയതയിൽ ഊന്നുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന സകലർക്കും സാധിക്കും. കാരണം ഈ സിനഡ് സമ്പ്രദായം മെത്രാനാധിപത്യ സഭാ സമ്പ്രദായത്തിന് ബദലായി സഭയിൽ ജനാധിപത്യം കൊണ്ടുവരുവാൻ മാത്രമല്ല, സഭയെ ആധ്യാത്മിക പരിവർത്തനത്തിലേക്ക് നയിക്കാനും പര്യാപ്തമാണ്. അടുത്തതായി, സിനഡാത്മക സിനഡ് സമ്പ്രദായത്തെ പിന്തുണച്ച് മറ്റ് രാജ്യങ്ങളിൽ കാത്തലിക് റിഫോം ഇന്റർനാഷണൽ പോലുള്ള ജനകീയ പ്രസ്ഥാന നെറ്റ്വർക്കുകളും
വിജിൻഗാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കാത്തലിക് റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങളും സജീവമാണ് എന്നുള്ളതാണ്. ഇത് പോപ്പ് ഫ്രാൻസിസ് വിഭാവനം ചെയ്യുന്ന സിനോഡൽ ചർച്ച് എന്ന ആശയം ആഗോളതലത്തിൽ വളർന്ന് മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ്. ഇതിൽ വിജിൻഗാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കാത്തലിക് റിസർച്ച് പോപ്പ് ഫ്രാൻസിസിന്റെ സങ്കല്പത്തിലുള്ള സിനഡൽ സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ ഭരണഘടന തന്നെ ക്രോഡീകരിച്ച് 2023 നടന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിൽ സമർപ്പിക്കുകയുണ്ടായി. അതിന്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നു: നിയമനിർമ്മാണ, നിയമനിർവഹണ, നിയമവ്യാഖ്യാന അധികാരങ്ങൾ മുഴുവൻ കൈയാളുന്ന തിരഞ്ഞെടുക്കപ്പെടാത്തവരും സ്വയം തിരഞ്ഞെടുക്കുന്നവരുമായ പുരുഷമാത്ര പൗരോഹിത്യ ജാതിയെ ചുറ്റിപ്പറ്റിയാണ് കത്തോലിക്ക സഭയുടെ നിലവിലുള്ള ഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഇത് റോമൻ സാമ്രാജ്യത്തിൻ്റെയും മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ സമൂഹത്തിൻ്റെയും കേന്ദ്രീകൃത അധികാര സമ്പ്രദായത്തിൻ്റെ പൈതൃകത്തിലുള്ളതാണ്. അത് സഭാംഗങ്ങളിൽ 99% വരുന്ന സാധാരണ വിശ്വാസികളെ സഭാഭരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അല്പമെങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഓരോ ക്രൈസ്തവനും പൂർണ്ണമായി യോജിക്കുന്ന നിരീക്ഷണങ്ങൾ തന്നെയാണല്ലോ ഈ ആമുഖത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ സഭയെ സിനഡൽ സഭയാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി സിനഡുമായി ബന്ധപ്പെട്ട വത്തിക്കാനിലെ സെക്രട്ടേറിയറ്റ് വർക്കിംഗ് ഡോക്യുമെന്റ് ഫോർ ദി കോണ്ടിനെന്റൽ സ്റ്റേജ് എന്ന പേരിൽ 4 ഭാഗങ്ങളായി 109 പ്രധാന കണ്ണികകളുള്ള ഒരു സുപ്രധാന രേഖ 2022 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് 2021 ആരംഭിച്ച സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡുകൾ ഇതിനകം തന്നെ നല്ല ഫലം പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. സിനഡൽ സഭയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇനി ബോധവൽക്കരണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് പടുത്തുയർത്തിയാൽ മാത്രം മതിയാവും. പക്ഷേ അതിനുള്ള നീക്കങ്ങളൊന്നും കേരളത്തിലെ ഏതെങ്കിലും സഭാ നവീകരണ പ്രസ്ഥാനമോ വൈദികരുടെ കൂട്ടായ്മയോ നടത്തി തുടങ്ങിയിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ അടുത്ത നാളുകളിൽ പ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായ ഡോക്ടർ ജേക്കബ് നാലുപറയിൽ ഇത് സംബന്ധിച്ച് ഓൺലൈൻ സെമിനാറുകൾ നടത്തുന്നതായി അറിയാൻ കഴിഞ്ഞു. അത് നല്ല പ്രോഗ്രാമാണെന്നും അറിയുന്നു. എന്നാൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടെന്ന് പോലും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോ സിനഡോ വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ പറയാറില്ല എന്ന് നാം ഓർക്കണം. പകരം ഈ സഭയുടെ കർദിനാൾ രാജാവും 50-ലേറെ കുട്ടി രാജാക്കന്മാരും സഭവക കൊട്ടാര സദസ്സിൽ സിനഡ് എന്ന പേരിൽ ഒന്നിച്ചുകൂടി നിരവധി ദിവസങ്ങൾ തിന്നും കുടിച്ചും സൊറ പറഞ്ഞും ഒപ്പം സഭയിലും സമൂഹത്തിലും സ്വീകരിക്കേണ്ട രാഷ്ട്രീയ അടവ് നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും സുഖിച്ചു കഴിയുകയാണ്. 55 ലക്ഷം അംഗങ്ങൾ വരുന്ന സീറോ മലബാർ സഭയിലെ വെറും 50-ൽ ചെല്ലുവാൻ വ്യക്തികൾക്ക് ആ സമൂഹത്തെ ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും അതിലെല്ലാം തീരുമാനങ്ങൾ എടുക്കാനും കൽപ്പന പുറപ്പെടുവിച്ച് അവ നടപ്പാക്കാനും അധികാരമുണ്ടെന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ് എന്ന് ഓർന്നു നോക്കുക. അവരിൽ ഒരാളെ പോലും ഈ സഭാ സമൂഹം തിരഞ്ഞെടുത്തതല്ലെന്നും ഓർക്കണം. അങ്ങനെ തങ്ങളുടെ അംഗീകാരം അശേഷമില്ലാത്ത ഈ മെത്രാൻ രാജാക്കന്മാരെയും അവരുടെ രാജസദസ്സുകളെയും സഭയുടേതായി അംഗീകരിക്കാനോ അവരിറക്കുന്ന രാജകീയ തീട്ടൂരങ്ങൾ അനുസരിക്കാനോ ഈ സഭയിലെ വൈദിക സമൂഹത്തിനോ മഹാഭൂരിപക്ഷമായ വിശ്വാസി സമൂഹത്തിനോ യാതൊരു ബാധ്യതയുമില്ല എന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത്തരം സിനഡുകൾ ബഹിഷ്കരണം മാത്രമാണ് അർഹിക്കുന്നത്. സഭാ പൗരന്മാർ അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ചുമതല സഭാ സിനഡ് എന്നാൽ മെത്രാൻ സിനഡല്ല എന്ന് മെത്രാന്മാരെയും സഭാംഗങ്ങളെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. സഭാകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അവർക്കില്ല തന്നെ. അത് മൊത്തം സഭയുടെ ഉത്തരവാദിത്വവും അവകാശവുമാണ്. കാരണം സഭയെന്നാൽ മെത്രാന്മാരുടെ കൂട്ടായ്മയല്ല, വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കൂട്ടായ്മയിലാണ് സഭയെക്കുറിച്ചുള്ള ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ചാപിള്ളകളെ മാത്രം പെറ്റുകൂട്ടുന്നവയാണ് നിലവിലെ മെത്രാൻ സിനഡ് സമ്പ്രദായം എന്ന് കഴിഞ്ഞ 34 സിനഡുകളുടെ അനുഭവം കൊണ്ട് സീറോ മലബാർ സമൂഹം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇനി മുതൽ സിനഡാലിറ്റി മാതൃകയിൽ വേണം സീറോ മലബാർ സഭാ സിനഡ് നടത്താൻ എന്ന ആവശ്യം സഭാ പൗരന്മാരുടെയും വൈദികരുടെയും ഭാഗത്തു നിന്ന് ശക്തമായി ഉയരേണ്ടത് ആവശ്യമായിരിക്കുന്നു. സഭയുടെ ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവൻ വിഷയങ്ങളിലും സഭയിലെ എല്ലാ വിഭാഗങ്ങളുടെയും മതിയായ പ്രാതിനിധ്യമുള്ള ഇത്തരം സഭാ സിനഡുകളിലാവണം ചർച്ച ചെയ്യേണ്ടതും തീരുമാനങ്ങളിൽ എത്തേണ്ടതും. ഫ്രാൻസിസ് മാർപ്പാപ്പ വഴി തുറന്നിട്ടിരിക്കുന്ന ഈ സിനഡാത്മക സഭാ സമ്മേളന സമ്പ്രദായം നടപ്പാക്കുന്ന പക്ഷം സഭയിൽ എല്ലാ കാര്യങ്ങളിലും ഐക്യം പുലരാൻ ഇടയാകും. എല്ലാവരും ചേർന്ന് എടുക്കുന്നതായതിനാൽ ഏത് തീരുമാനത്തിനും സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്യും. സഭാ കാര്യങ്ങൾ തീരുമാനിക്കാൻ ക്രിസ്തീയമായ ഇങ്ങനെയൊരു വഴി തുറന്നു കിടക്കുന്നത് കാണാതെ കാലഹരണപ്പെട്ട രാജകീയ സമ്പ്രദായത്തിൽ തന്നെ ഇനിയും തുടരാൻ നാം അനുവദിച്ചുകൂടാത്തതാണ്. അത് മാറേണ്ടതും മാറ്റേണ്ടതും കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതിന് മെത്രാൻ സിനഡുകളെ സഭാ സിനഡുകളായി അംഗീകരിക്കില്ലെന്നും അവിടെ എടുക്കുന്ന ഒരു തീരുമാനവും സഭയ്ക്ക് ബാധകമായിരിക്കില്ലെന്നും
വിശ്വാസി സമൂഹം സംഘടിതമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സിനഡാത്മകതയോട് കൂടിയ സഭാ സിനഡ് എന്ന മുദ്രാവാക്യമുയർത്തി അതിനു പിന്നിൽ വിശ്വാസി സമൂഹത്തെ അണിനിരത്തേണ്ടതുമുണ്ട്. മെത്രാന്മാർ നടത്തിവരുന്ന സിനഡാഭാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സിനഡാത്മകതയ്ക്ക് വേണ്ടിയുള്ള ഒരു മഹാസംരംഭത്തിന് തുടക്കം കുറിക്കാൻ സീറോ മലബാർ സഭാ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.